ഇടുക്കി കട്ടപ്പനയിലേത് ഇരട്ടക്കൊലപാതകമെന്ന കുറ്റസമ്മതമൊഴി. പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊന്നു കുഴിച്ചു മൂടി. പ്രതി നിതീഷുമായി അന്വേഷണ സംഘം കക്കാട്ടുകടയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. മൃതദേഹം കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന തറ കുഴിച്ച് പരിശോധിക്കും. വിവരങ്ങളുമായി ജോസിൽ കട്ടപ്പന കക്കാട്ടുകടയിൽ നിന്ന് ചേരുകയാണ്. ജോസിൽ, ഒരു മോഷണക്കേസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇരട്ടക്കൊലപാതകത്തിന്റെ ദുരൂഹതകളിലേക്കാണ്. അന്ധവിശ്വാസവും ആഭിചാരവും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ പ്രതിയുമായി നിതീഷുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ വിജയൻ എന്ന് പറയുന്നയാളെ കൊന്നു കുഴിച്ചു മൂടിയ ആ പ്രദേശത്താണോ എന്ന് കരുതപ്പെടുന്ന പ്രദേശത്താണോ ഇപ്പോൾ തെളിവെടുപ്പ്? മനു, തീർച്ചയായിട്ടും വിജയൻ എന്ന് പറയുന്ന ആളെ കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന വാടക വീടിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2-ാം തീയതി ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 2 സുഹൃത്തുക്കൾ അവരുമായി ചുറ്റപ്പറ്റി നടത്തിയ അന്വേഷണമാണ് ഇത്തരം 2 ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയിരിക്കുന്നത്. ആ വീട്, കൂടുതൽ മോഷണ വസ്തുക്കൾ ഈ വീടിനകത്തുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പോലീസ് പരിശോധന നടത്തിയത്. എന്നാൽ അവിടെ കണ്ട കാഴ്ച വളരെ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. വീടിന് പരിസരത്തെല്ലാം, അതിനകത്തെല്ലാം പൂജാദ്രവ്യങ്ങൾ ചിതറിക്കിടക്കുന്നു. അതുപോലെ തന്നെ തറ കുഴിച്ച നിലയിലായിരുന്നു. അതുപോലെ തന്നെ മാതാവും സഹോദരിയുമെല്ലാം പരസ്പര വിരുദ്ധമായാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഷണ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SI സുനേഗ് ഇങ്ങനൊരു സംശയം പ്രകടിപ്പിക്കുകയും മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഈ നാട്ടിലെ ജനങ്ങൾ, ജനങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ താമസിച്ചിരുന്നതായി ഞങ്ങൾക്കൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്ന ആളുകളല്ല ഇവർ. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിലെത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പോലും ഞങ്ങൾ അറിയുന്നത്. ഏതായാലും ഈ മനോഹരമായ ഈ കൊച്ചു ഗ്രാമം ഇങ്ങനെ ഒരു മോശം പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ ചേരുകയാണ്. ഇപ്പോൾ ഈ അകത്തേക്ക് പോയി കണ്ട ആളാണ് ചേട്ടൻ. എന്താണ് അവിടെ കാണാൻ കാഴ്ച? അവിടെ മുറിക്കകത്ത് കോൺക്രീറ്റ് പൊട്ടിച്ച് വേറൊരു ഭാഗം കോൺക്രീറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു കുഴിയായിട്ട് കിടക്കുക. ഇവിടെ ഈ ആഭിചാരം എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും അവിടെ കാണാൻ സാധിച്ചോ? അവരുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം 2 മുറികളിലായിട്ട്, മുറികളിൽ തന്നെ പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച് അവിടെ പൂജാമുറികൾ, 2 മുറികളിലും പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തന്ത്രമന്ത്രങ്ങളുമായി രീതിയിലുള്ള പുസ്തകങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംശയം? കാരണം ഈ വിജയൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഏകദേശം 1 കോടി രൂപയോളം സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ട് പണമുണ്ടായിരുന്നു. അത് തട്ടിയെടുക്കാനാണ് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. എന്താണ് നാട്ടുകാർക്ക് ഇക്കാര്യത്തിലുള്ള സംശയം? നാട്ടുകാർക്ക് ഇവരെ ആരും പരിചയം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയം ആ തരത്തിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. മാതാവും സഹോദരിയും ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള അറിവ് താമസിക്കുന്നതായിട്ട് ആർക്കും അറിയത്തില്ല. മാതാവും സഹോദരിയും ഈ വിജയൻ എന്ന് പറഞ്ഞയാളും, ഇവർ 3 പേരും ഇവിടെ താമസമുള്ളതായിട്ട് ഈ നാട്ടിൽ ആർക്കും അറിയത്തില്ല. ഈ മോഷണ കേസിൽ പിടിച്ച ഈ 2 പ്രതികളായിട്ടുള്ള വിഷ്ണു, നിതിൻ, ഈ 2 ആളുകളെ മാത്രമേ ഈ നാട്ടിലെ ആളുകൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഈ 2 പേര് മാത്രമാണ് താമസിക്കുന്നതെന്നാണ് തൊട്ട അയൽവക്കത്തുള്ള ആളുകൾക്ക് പോലും അറിയാവുന്നത്. ഇതാണ് വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. ഈ ഇത്തരത്തിൽ ഈ നാട്ടിൽ ഇങ്ങനെ ആളുകൾ താമസിച്ചിട്ടുണ്ട്. ഈ വിജയൻ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ഈ അമ്മയും സഹോദരിയും ഒന്നും ഈ വീട്ടിൽ ഇത്രയും ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളുള്ള പ്രദേശമാണ്. തൊട്ടടുത്ത് തന്നെ ചേർന്ന് വീടുകളുള്ള പ്രദേശമാണ്. എന്നാൽ ഇവിടെയൊന്നും ഇത്തരത്തിൽ ആളുകൾ, ഈ അമ്മയും സഹോദരിയും പിതാവും ഒന്നും താമസിച്ചിരുന്നതായി ഒരു വിവരവും ഈ നാട്ടുകാർക്കില്ല. 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഈ വാടക വീടെടുത്ത് ഇവിടെ താമസിക്കുന്നതിന് വന്നത്. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ ഇപ്പോൾ ഈ പോലീസ് ഇവിടെ എത്തി അന്വേഷണം വന്നപ്പോൾ മാത്രമാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നുള്ള വിവരം ഈ നാട്ടുകാർക്ക് വരെ അടക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനു, ഇത് വലിയ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ജോസ്ലി പറഞ്ഞതുപോലെ, ഈ നിതീഷ് എന്ന് പറയുന്നയാള് എങ്ങനെയാണ് ഈ വിജയന്റെയും വിഷ്ണുവിന്റെയും കുടുംബത്തിലേക്ക് വരുന്നത്? ഇവർക്കുണ്ടായിരുന്ന ഈ അന്ധവിശ്വാസത്തെയും പൂജാതി കർമ്മങ്ങളിലുള്ള കൂടുതൽ താല്പര്യങ്ങളെയൊക്കെ മുതലെടുത്തുകൊണ്ടാണോ ഇയാൾ ഈ കുടുംബത്തിലേക്ക് വരുന്നത്?
തീർച്ചയായും മനു, ഈ മരിച്ച വിജയനടക്കം ഈ പൂജാ കാര്യങ്ങളിലെല്ലാം വളരെ വിശ്വാസമുണ്ടായിരുന്ന ആളാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വിഷ്ണുവിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഉപദേശകനും എല്ലാമായിരുന്നു ഈ വ്യക്തി. ഈ നിതീഷിൻ്റെ ആണ് ഈ സഹോദരിയുടെ കുട്ടിയും ഇയാളിൽ നിന്നുണ്ടായതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. അങ്ങനെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ഇയാൾ ഒരുക്കിയ ഒരു തന്ത്രമാണ്, ഗന്ധർവന് കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് കുട്ടിയെ മേടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെയാണ് ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതൊരു സംശയമായിരുന്നു. എന്നാൽ ഇന്നലെയോടുകൂടിയാണ് ഇതിൽ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ SP TK വിഷ്ണു പ്രദീപ് അടക്കമുള്ള ആളുകൾ ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മനു, അതായത് ഇനിയിപ്പോൾ പ്രധാനമായും ഇപ്പോൾ വിജയനെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഇവർ താമസിക്കുന്ന വീടിൻ്റെ പുറകിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ടാക്കി പുതുതായി കോൺക്രീറ്റ് ചെയ്ത് അതിനടിയിൽ കുഴിച്ചിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? അല്ല, വീടിനുള്ളിൽ തന്നെ സമചതുരാകൃതിയിൽ തറ ഇളക്കി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ തൊട്ടു മുമ്പ് നമ്മളോട് പറഞ്ഞത്. ആ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് പറയുന്നത്. നമുക്ക് കയറി കാണാൻ സാധിച്ചിട്ടില്ല, പോലീസ് ഇവിടെ സീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കയറി കണ്ട വാർഡ് മെമ്പർ പറയുന്നത് വീടിനുള്ളിൽ തന്നെ തറ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് തുറന്ന് തകർത്ത് പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിനുള്ളിൽ മൃതശരീരം അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 2016 ഈ കുട്ടിയെ 4 ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന കുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയത് എന്നാണ് അറിയുന്നത്. അത് വേറൊരു സ്ഥലത്താണ്, ഇതിനു മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്താണ് ഈ കുട്ടിയെ കുഴിച്ചു മൂടിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനു, എനിക്ക് തോന്നുന്നു അത് കട്ടപ്പന, ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് കട്ടപ്പന സാഗര ജംഗ്ഷനിലായിരുന്നു അല്ലേ? അവിടുത്തെ വാടക വീട്ടിലാണ് ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ജോസിൽ, ഒപ്പം തന്നെ ഈ വിജയന്റെ സ്ഥലമൊക്കെ വിറ്റ വകയിൽ കുറെ പൈസ ഇവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. ആ പൈസയെല്ലാം ഈ നിതീഷ് എടുത്തു, അല്ലെങ്കിൽ നിതീഷ് കൊണ്ടുപോയി എന്നാണോ പോലീസ് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് എന്താണ്? അത്തരം സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, സ്ഥലം വിറ്റ വകയിൽ ഏകദേശം 1 കോടിയോളം രൂപ വിജയൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പണം തട്ടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണോ ഇത്തരത്തിൽ ഒരു കഥയുണ്ടാക്കി ഇയാളെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും പോലീസ് വിശദമായ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ തെളിവെടുപ്പുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SP അടക്കം വിഷ്ണു പ്രദീപ് TK അടക്കമുള്ള ആളുകൾ ഇവിടെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ, അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധർ അടക്കമുള്ള ആളുകൾ ഇവിടെ സംഭവ സ്ഥലത്തെത്തി വേണ്ട പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അഭിനന്ദിക്കേണ്ട വസ്തുത, ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മോഷണ വസ്തുക്കൾ ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഇവിടെ എത്തിയ ഒരു SIയുടെ സംശയങ്ങളാണ് ഇത്തരത്തിൽ ഒരു 2 കൊലപാതകങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തത്. ഏതായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ അഭിനന്ദിച്ച് മതിയാകുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സംശയമാണ്, വെറും സംശയമായി തുടങ്ങിയ കാര്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംശയം ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 2 ദിവസവും കോടതി അവധിയായിരുന്നു. കോടതി അവധിയായതുകൊണ്ട് തന്നെ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നലെ പ്രത്യേക സിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വാങ്ങി നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഈ 2 പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ഇവിടെ ജോസിൽ, ഈ അന്ധവിശ്വാസങ്ങൾക്കുമൊക്കെ മനുഷ്യൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പൊതുസമൂഹത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ ഇവരെ ഒരു മറ്റുള്ളവർ ആരുമായും അടുപ്പിക്കാതെ ഒരു ഏകാന്തവാസത്തിലേക്ക് കൊണ്ടുപോയത്. അതിനയാൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, പൊതുസമൂഹവുമായി അടുത്താൽ ആ മാന്ത്രിക ശക്തി, മകളുടെ മാന്ത്രിക ശക്തി ഇല്ലാതെ പോകുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു വിജയനെയും കുടുംബത്തെയും. നോക്കൂ, നമ്മൾ ഇത്രയും പുരോഗമനപരമായ സമൂഹമാണ് എന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്.
തീർച്ചയായിട്ടും മനു, നവോത്ഥാന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസ പുരോഗതി നേടിയ ഒരു സംസ്ഥാനത്ത് 2 ചെറുപ്പക്കാർ ഇത്തരത്തിൽ കേസിൽ പ്രതിയാകുന്നു എന്നുള്ളത് പറയുന്നത് കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ്. ഈ കൊച്ചു ഗ്രാമത്തിൽ നാട്ടുകാർ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ആളുകൾ, ആ കക്കാട്ടുകട എന്ന കൊച്ചു ഗ്രാമത്തിലെ ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആളുകളാണ്, ഞങ്ങളുടെ നാട് ഇനി ഈ ഒരു കേസിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു നാടിനെ, കേരളത്തെ തന്നെ അപമാനിക്കുന്ന ഒരു സംഭവമായി വീണ്ടും ഒരു ആഭിചാര കൊലപാതകം മാറും എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. മനു, ഈ നാട്ടുകാർക്കും ഇവരെക്കുറിച്ച് കൂടുതൽ വ്യക്തതയൊന്നുമില്ലല്ലേ? കാരണം ആരുമായിട്ടും അത്തരത്തിലൊരു അടുപ്പമോ ബന്ധമോ ഒന്നും ഈ കുടുംബത്തിനുണ്ടായിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള ഒരു ബന്ധവും ഈ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെയുള്ളതെല്ലാം നാട്ടുകാരാണ്. ഈ കുടുംബവുമായി എന്തെങ്കിലും നിങ്ങൾക്ക്? ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല, കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ 25 വർഷമായിട്ടാണ്. അമ്മയും സഹോദരങ്ങളും ഒന്നും ജീവിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും അറിയില്ല. ഇവിടെ ഈ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും ഇത്തരത്തിൽ ഇവിടെ ഈ ആളുകൾ താമസിച്ചിരുന്നതായി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. 8 മാസമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ നിൽക്കുന്ന ചുറ്റുവട്ടത്തെല്ലാം വീടുകളുള്ളതാണ്. ഈ വീടുകളിലുള്ള ആരോട് ചോദിച്ചാലും ഇവർ പറയുന്ന ഉത്തരം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വ്യക്തികൾ ഇവിടെ താമസിച്ചിരുന്നതായി പോലും അറിയില്ല. ഇപ്പോൾ ഈ പോലീസ് ഇങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വ്യക്തികൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചത് എന്ന് മാത്രമാണ് പറയുന്നത്. മനു, അത്ഭുതപ്പെടുത്തുന്നതാണ് ജോസിൽ. കാരണം ഒരു കുടുംബം അവിടെ താമസിച്ചിട്ട് ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം രഹസ്യമായിട്ടാണ് അവരവിടെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തോതിൽ ആളുകൾ താമസിക്കുന്ന ഒരു ജനവാസ മേഖല തന്നെയാണ്. അവിടെ ഇങ്ങനെ ഒരു കുടുംബം വന്ന് താമസിച്ചു എന്നിട്ട് അതിൽ ആ കുടുംബത്തിൽ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അവർ ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രഹസ്യാത്മകത അത് അത്ഭുതപ്പെടുന്നത് തന്നെയാണ്. അതെ, ഈ നിതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഗൈഡൻസിലായിരുന്നു ഈ കുടുംബം തന്നെ മുമ്പോട്ട് പോയിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇയാളൊരു പൂജാരിയാണ്. ഈ പൂജയുമായി ബന്ധം വളരെ വിശ്വാസമുണ്ടായിരുന്ന ആളുകളാണ് ഈ പിതാവ് വിജയൻ അടക്കമുള്ള ആളുകൾ. ഈ പിതാവ് വിജയൻ ആണ് ഈ പൂജയുമായി ബന്ധപ്പെട്ട് ഈ നിതീഷിനെ കുടുംബത്തിലേക്ക് അടുപ്പിച്ചത് എന്ന് വേണമെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ വിഷ്ണുവുമായി സുഹൃത്തുക്കളായി. എന്നാൽ ഈ തരത്തിൽ സൗഹൃദങ്ങളായതിനു ശേഷം ഈ കുടുംബത്തെ കൂടുതലായി എല്ലാ രീതിയിലും ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഈ വിഷ്ണു ഒന്നും അതിനെക്കുറിച്ച് പരാതിപ്പെടാതിരുന്നത്? അവർക്കും ഈ കൃത്യവുമായി പങ്കുണ്ട് എന്നതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതോ, അതോ അതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? തീർച്ചയായിട്ടും ഈ വിഷ്ണു അടക്കമുള്ള, കാരണം ഈ കുട്ടി, അതായത് നവജാത ശിശു എന്ന് പറയുന്നത് ഈ നിതീഷിൻ്റേതാണ് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പിതാവിനടക്കം, അതായത് മകൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാവുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തത് കുടുംബത്തിൻ്റെ മാനക്കേട് ഒരു കാരണമായി പറയുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുന്നതും ഈ ഗന്ധർവന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിതീഷും പിതാവും ഈ സഹോദരനും എല്ലാം ചേർന്ന് ഈ സഹോദരിയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ മേടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഈ സഹോദരി ഈ കുട്ടിയെ കാണുന്നില്ല എന്നാണ് അറിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാനസികമായ സമ്മർദ്ദങ്ങളിലേക്കും എല്ലാം ഈ ചെറുപ്പക്കാരി സഹോദരി മാറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉള്ളത്. മനു, ശരി ജോസൽ, ഏതായാലും ഒരു നാടിനെ നടുക്കിയ, അതിലേറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വസ്തുതകളുള്ള ഒരു സംഭവം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ അത്തരത്തിൽ ഒരു കുടുംബത്തിന് അത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസം മുതലെടുത്ത് ആ കുടുംബത്തിൽ കയറിപ്പറ്റിയ ഒരാൾ ആ കുടുംബത്തിലെ 2 പേരുടെ ജീവനെടുക്കുകയാണ്. അവരുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് അവരെ അകറ്റി, ഈ പറയുന്ന ആഭിചാരക്രിയകളുടെ പേരിൽ അവരെ അകറ്റി താമസിപ്പിക്കുകയും അവർക്ക് ആരുമായി ബന്ധമില്ലാതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലുണ്ടാക്കിയ ദുരന്തം, ഒപ്പം തന്നെ 2 ജീവനുകൾ നഷ്ടമാവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത്രയധികം വിദ്യാഭ്യാസവും പുരോഗമനപരമായ ചിന്താഗതികളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നമ്മുടെ ചിലരുടെയെങ്കിലും ഒക്കെ ഉള്ളിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ കിടപ്പുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. നേരത്തെ ഇലന്തൂരിൽ നമ്മൾ കണ്ടതാണ് നരബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോഴിതാ കട്ടപ്പന കക്കാട്ടുമൂലയിൽ
കക്കാട്ടുകടയിൽ. ഇനിയിപ്പോൾ ആ നാടിനെ അറിയപ്പെടാൻ പോകുന്നത് ഈ കൊലപാതകങ്ങളുടെയൊക്കെ പേരിലായിരിക്കും. എത്രമാത്രം നാണക്കേടും ബുദ്ധിമുട്ടുമായിരിക്കും ഇവരുടെ ചെയ്തികൾ മൂലം ആ നാട്ടിലെ മനുഷ്യർക്കുണ്ടാവുക എന്നതും നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണിപ്പോൾ ദുരൂഹമായ 2 ഇരട്ട കൊലപാതകങ്ങളുടെ, ആഭിചാര കൊലപാതകങ്ങളുടെ ചുരുളഴിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. അവിടുത്തെ SIക്ക്, സബ് ഇൻസ്പെക്ടർക്ക് തോന്നിയ ഒരു സംശയമാണ് ഇത്രയധികം ദുരൂഹമായ സംഭവങ്ങളുടെ ചുരുളഴിക്കുന്നത്. ഏതായാലും അതിന് കേരള പോലീസിന് വലിയൊരു സല്യൂട്ട് നൽകുക തന്നെ വേണം. കാരണം അവരുടെ അന്വേഷണ മികവിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കേസെന്ന് പറയേണ്ടി വരും. ഏതായാലും വരും സമയങ്ങളിൽ നമുക്കതിൻ്റെ തുടർച്ചയിലേക്ക് പോകണം.